പക്ഷെ എന്നാൽ അതേസമയം രുദ്രൻ്റെ ഉള്ളിൽ പക എരിയുകയായിരുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ സിരകൾ വലിഞ്ഞു മുറുകി. കയ്യിലിരുന്ന ചില്ലു ഗ്ലാസ് അവൻ്റെ പിടുത്തത്തിൽ തകർന്നു തരിപ്പണമായി. കയ്യിൽ നിന്നും രക്തം തുള്ളികളായി നിലത്തേക്ക് വീണു. രുദ്ര, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മീര ഓടി വന്ന് അവൻ്റെ കൈകൾ പിടിച്ചു. അവളുടെ സാരി തുമ്പ് കൊണ്ട് രുദ്രൻ്റെ കയ്യിൽ നിന്നും ഒലിച്ചിറങ്ങിയ രക്തം അവൾ തുടച്ചു മാറ്റി. ചെറിയമ്മക്ക് വേറെ ഒരാളുമായി ബന്ധമുണ്ട് മീര. എന്തുകൊണ്ട് ചെറിയമ്മ ശ്യാമിനെ കുറിച്ച് ചിന്തിച്ചില്ല? എന്നോട് എന്താണ് ചെറിയമ്മയ്ക്ക് ഇത്രയും ദേഷ്യം? ഈ സ്വത്ത് കണ്ടിട്ടാണോ? എന്നാൽ ഞാൻ അതെല്ലാം കൊടുക്കാനും തയ്യാറാണ്. എന്നാൽ ശ്യാം അവനിനി വികാരങ്ങൾ നഷ്ടപ്പെട്ട ശബ്ദത്തിൽ രുദ്രൻ പറഞ്ഞു. പ്രഭയുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങൾ ഓരോന്നായി വെളിപ്പെട്ടപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു ആ സമയം. സാരമില്ല, അത് വിട്ടേക്കും, മീര മറുപടി പറഞ്ഞു. രുദ്രൻ അനങ്ങാതെയിരുന്നു. വാട, ആദ്യം ഈ കൈയൊക്കെ ശരിയാക്കാം, ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം. ശ്യാം തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റി രുദ്രനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ ജീവിതമല്ലേ അത്, ഞാൻ സഹിച്ചോളാം. അതിന് നീ കിടന്ന് ഉരുകിയിട്ടെന്താ? ശ്യാം വാക്കുകൾ കേട്ട് രുദ്രൻ അവനെ ഒന്ന് നോക്കി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി വരാം മീര, നീ ഇവിടെ നിൽക്ക്. ശ്യാം പറഞ്ഞത് കേട്ട് രുദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റു. മീരയുടെ നേരെ തോക്ക് ചൂണ്ടിയ ആ കാഴ്ച അവൻ്റെ മനസ്സിൽ നിന്നും വീണ്ടും മിന്നിമറഞ്ഞു. വേണ്ട, ഡോക്ടറെ ഇങ്ങോട്ട് വരാൻ പറ, രുദ്രൻ പറഞ്ഞു. രക്തം പുരണ്ട മീരയുടെ സാരിത്തുമ്പിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ കസേരയിലേക്ക് അമർന്നിരുന്നു. ഒരേ സമയം സ്നേഹവും സങ്കടവും പകയും ആ മുറിയിൽ തളം കെട്ടി. രുദ്രൻ്റെ കൈകൾ തറച്ചു കയറിയ ആ ചെറിയ ചില്ലു കഷ്ണങ്ങൾ ഓരോന്നായി പുറത്തെടുത്ത് മുറിവ് വെച്ച് കെട്ടി. സ്വയം വേദനിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ഹീറോയിസമല്ല. അല്പം പക്വതയോടെ പെരുമാറാൻ നോക്ക് തമ്പി, ഡോക്ടർ ശാസനയോടെ പറഞ്ഞു. അവനുള്ള മരുന്നുകൾ നൽകിയ ശേഷം അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി. ഇപ്പോഴാണ് അവളുടെ കൈയൊന്ന് ഭേദമായത്. അതിനിടയിൽ നീ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നു, ശ്യാം നീരസത്തോടെ പറഞ്ഞു. ഇന്ന് രാത്രി അവൻ രുദ്രൻ്റെ മുറിൽ തന്നെയാണ് തങ്ങാനും ഉറങ്ങാനും തീരുമാനിച്ചത്. വന്നവർ പറഞ്ഞത് നുണയായിരിക്കുമോ? രാത്രി വിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കി ശ്യാം രുദ്രനോടായി സംശയത്തോടെ ചോദിച്ചു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറയുന്നതൊട്ടും നുണയാണെന്നും തോന്നുന്നില്ല. നീ ഇതിനെക്കുറിച്ച് ഇനി അധികം ചിന്തിക്കാണ്ട. ഇത്ര എളുപ്പമല്ല കാര്യമില്ല എന്നറിയാം. എങ്കിലും തൽക്കാലം ഇത് വിട്ടേക്ക്, ശ്യാം ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ രുദ്രന് മാത്രം ആ രാത്രി ഉറക്കം വന്നില്ല. നേരം വെളുക്കുവോളം അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഹിരണി തൻ്റെ മുന്നിലുള്ള ആ വലിയ ഹോസ്പിറ്റലിലേക്ക് ദയനീയമായി നോക്കി നിന്നു. ജോലി കിട്ടാത്തതുകൊണ്ട് വളരെയധികം തളർന്നാണ് അവൾ അവിടെ എത്തിയതും. ആ കെട്ടിടത്തിൻ്റെ ചുവരുകളിൽ വിരലുകൾ കൊണ്ട് തലോടിക്കൊണ്ട് അവൾ ഒരു ദീർഘശ്വാസത്തോടെ അവിടെ നിന്നും പോകാനൊരുങ്ങി. ആ സമയത്താണ് ഒരു കാർ അവൾക്കെതിരെ വന്നു നിന്നത്. അകത്തു നിന്നും കുറച്ച് ജീവനക്കാർ ഓടി വന്നു. കാറിലുള്ളയാൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ആദരവോടെ അവനെ ഒന്ന് വണങ്ങി. ഹിരണിക്ക് ഒരു തരം സങ്കോചം തോന്നി. വരാതിരുന്നാൽ മതിയായിരുന്നു എന്നവൾ തോന്നിപ്പോയി. എന്നാൽ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി. അത് ഡോക്ടർ വെങ്കിടിയായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ചാളുകൾ ചേർന്ന് വെങ്കിടിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ധൈര്യപൂർവ്വം ഹിരണി ഇടപെട്ട് ആ ഡോക്ടറെ രക്ഷിച്ചതും ഹിരണി തന്നെയായിരുന്നു. വെങ്കിടി അതിജീവിച്ചു വരുമെന്ന് അവൾ കരുതിയതേയില്ല. അന്ന് അത്രയേറെ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടും ആ ഡോക്ടർ സുഖം പ്രാപിച്ചു തിരിച്ചു വന്നിരിക്കുന്നു. ഹിരണിൽ സന്തോഷത്തോടൊപ്പം അത്ഭുതവും നിറച്ചു. എല്ലാവരും അഭിവാദ്യം പറഞ്ഞ് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയ വെങ്കിടി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നോക്കി. ഹിരണി അപ്പോൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയായിരുന്നു. എക്സ്ക്യൂസ് മീ, ആ ശബ്ദം കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തിരിച്ചറിഞ്ഞതും വെങ്കിടി തൻ്റെ കണ്ണട മാറ്റി അവൾക്കരികിലേക്ക് വന്നു. ഹായ്, എന്നെ രക്ഷിച്ച ആ മാലാഖിയ നിങ്ങൾ തന്നെയല്ലേ? സോറി, അന്ന് ആ തിരക്കിനിടയിൽ നിങ്ങളുടെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല, വെങ്കിടി സന്തോഷത്തോടെ എന്നാൽ നിസ്സാരമായും അവളെ നോക്കി പറഞ്ഞു. തിരക്കോ? ഹിരണിക്ക് അത് കേട്ട് അതിശയം തോന്നി. ഡോക്ടറുടെ തലയിൽ മുറിവ് എപ്പോഴും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല. മുഖത്ത് ക്ഷീണമുണ്ടെങ്കിലും പ്രസന്നമായ ചിരിയോടെയാണ് വെങ്കിടി ഇപ്പോഴും നിൽക്കുന്നതും. ജീവൻ രക്ഷിക്കാനുള്ള തിരക്കേ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ ഡോക്ടർ വെങ്കിടി, നിങ്ങൾ? അവൻ അവൾക്ക് നേരെ കൈനീട്ടി. ഹിരണിയുള്ളിൽ എന്തോ ഒരു മിന്നൽ പിണർ പാഞ്ഞു.
ഡോക്ടറെ കണ്ടുമുട്ടിയതിൽ അവൾക്കും സന്തോഷം തോന്നി. ഹിരണി അവൾ കൈ കൊടുത്തു. വെങ്കിടി മൃദുവായി അവളുടെ കൈ പിടിച്ചു കുലുക്കി. അന്ന് എനിക്ക് ചെയ്തു തന്ന ആ വലിയ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. വിനയത്തോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തത്? കൂടെ ഉണ്ടായിരുന്നില്ലേ? അത് തന്നെ വലിയൊരു കാര്യമല്ലേ? നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം ചോർന്നു പോയേനെ. വെങ്കിടി ആ ഹോസ്പിറ്റലിലേക്ക് നോക്കി ചോദിച്ചു. ഇവിടെ എന്തിനാ വന്നത്? ജോലി അന്വേഷിച്ച് വന്നതാണോ? വെങ്കിടി അത് വിശ്വസിക്കാനായില്ല. സത്യമാണോ അത്? അതെ, സത്യമാണ്. വെങ്കിടി അവളെ അത്ഭുതത്തോടെ നോക്കി ചോദിച്ചു. എന്ത് ജോലിയാണ് വേണ്ടത്? തറ തുടക്കുന്ന ജോലിയാണെങ്കിലും എനിക്ക് സമ്മതമാണ് സാർ. വെങ്കിടി അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ഹിരണിയുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ഡോക്ടർ അമ്പരന്ന് പോയി. പഠിച്ച പെൺകുട്ടിയാണെന്ന് കണ്ടാലേ അറിയാമല്ലോ. BBA കഴിഞ്ഞതാണ് ഞാൻ. പക്ഷേ സർട്ടിഫിക്കറ്റുകളൊന്നും കൈവശമില്ല, അവൾ നിസ്സായതയോടെ പറഞ്ഞു. വെങ്കിടി അവളെ സഹതാപത്തോടെ നോക്കി. സർട്ടിഫിക്കറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ? അതോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? ഹിരണിയുടെ മനസ്സിൽ അത് കേട്ടതും ഒരു ഭാരം വന്ന് നിറഞ്ഞു. അതെങ്കിലും എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ആരുടെയും മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു തനിക്ക്. ഞാൻ ജോലി തരാം. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് പറയൂ, അതിനനുസരിച്ച് നോക്കാം. ഒരു ഫൈനാൻസിങ് കമ്പനിയിൽ MDയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി 3.5 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വെങ്കിടി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്നിട്ടാണോ ഇവിടെ തറ തുറക്കുന്ന ജോലി ചോദിച്ചത്? അവൾ തല കുനിച്ചു. സർട്ടിഫിക്കറ്റുകളും ഒന്നുമില്ലാതെ വേറെ എന്ത് ജോലി കിട്ടാനാണ് സാർ? വിഷാദത്തോടെ അവൾ പറഞ്ഞു. അവളുടെ മുഖത്തെ സങ്കടം വെങ്കിടിയെ വേദനിപ്പിച്ചു. ഞാൻ നാളെ വിളിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ? അവൻ എന്തോ ഓർത്തതുപോലെ മുഖം ചുളിച്ചു. ഇല്ലെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ഫോണുമില്ല, ക്യാഷുമില്ല. വെങ്കിടി കാർ തുറന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ എടുത്തു കൊണ്ടുവന്നു. ഇത് വെച്ചോളൂ. ഇത് ഞാൻ അധികം ഉപയോഗിക്കാത്ത ഫോണാണ്. സാരമില്ല, നിങ്ങൾ എടുത്തോളൂ. ഞാൻ നാളെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് വെങ്കിടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു. അവർ പോകുന്നത് നോക്കി നിന്ന ഹിരണി കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞെട്ടിപ്പോയി. വെങ്കിടി തന്നെയാണ് വിളിക്കുന്നത്. ഉടൻ തന്നെ അവൾ ചുണ്ട് കടിച്ചു പിടിച്ചു. ഹിരണി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ വെങ്കിടി തിരിച്ചു വന്നു. അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ആ നമ്പറിലേക്ക് കൂടി വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കയ്യിൽ വെച്ച് ഫോൺ കൊടുത്തു. ഹിരണിയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് വെങ്കിടി ചിരിയോടെ വാച്ചിൽ നോക്കി അകത്തേക്ക് നടന്നു. അതേസമയം പ്രഭ കോർട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർക്കെതിരെയുള്ള കേസ് തള്ളിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും മനസ്സിലായില്ല. പ്രതിഭാഗം വക്കീലിൻ്റെ വാദങ്ങൾ ഒട്ടും ശക്തമായിരുന്നില്ല. എല്ലാം അവർക്ക് അനുകൂലമായിരുന്നു. മകൻ ശ്യാമിനെ ഓർത്ത് അവർ ഒന്ന് നെടുവീർപ്പിട്ടു. വേഗത്തിൽ പുറത്തേക്കിറങ്ങിയ പ്രഭയുടെ മുന്നിൽ ആക്രോശമെന്നോണം ഒരു കറുത്ത കാർ വന്നു നിന്നു. ടയറുകൾ മണ്ണിൽ ഉരഞ്ഞ ശബ്ദം കേട്ട് അവർ ഞെട്ടി നിന്നുപോയി. കാറിൻ്റെ ചില്ല താഴ്ന്നപ്പോൾ കണ്ടത് ശങ്കറിൻ്റെ വലിഞ്ഞു മുറുകിയ മുഖമാണ്. വേഗം വണ്ടിയിൽ കയറി പ്രഭ. ശങ്കറിൻ്റെ ശബ്ദത്തിൽ ഒരു ആജ്ഞാപനത്തിൻ്റെ സ്വരമുണ്ട്. അവൾ ഒരടി പിന്നോട്ട് മാറി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ. ശ്യാമിനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടുമില്ല. പ്രഭയുടെ മറുപടി കേട്ടതും ശങ്കറിൻ്റെ നിയന്ത്രണം വിട്ടു. അവർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. നിന്നോട് ഞാൻ വണ്ടിയിൽ കയറാനാണ് പറഞ്ഞത്. കുറേ നാളായി അവൻ്റെ പേരും പറഞ്ഞ് ആ രുദ്രൻ്റെ പേരും പറഞ്ഞ് നീ എന്നെ വട്ടം കറക്കുന്നു. ഇനി ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നീ എന്നെ ഒഴിവാക്കാനാണ് ഭാവമെങ്കിൽ. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. താഴ്ന്ന സ്വരത്തെ തുടർന്നു. രുദ്രൻ്റെ പേരിലുള്ള സകല സർവ്വസ്വത്തുക്കളുടെയും കാര്യം ഞാൻ നിൻ്റെ ഭർത്താവിനോടും ദേവനോടും തുറന്നു പറയും. പിന്നെ നിൻ്റെ ജീവിതം ഈ പടിക്ക് പുറത്തായിരിക്കും. ഓർമ്മിച്ചോ നീ? ശങ്കറിൻ്റെ വാക്കുകൾ ഒരു പ്രഹരം പോലെയാണ് പ്രഭയ്ക്ക് അനുഭവപ്പെട്ടത്. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഭയവും നിസ്സാവസ്ഥയും ആ മുഖത്ത് നേലിച്ചു. നിശബ്ദയായ യന്ത്രം കണക്കെ അവൾ ആ വണ്ടിയിലേക്ക് കയറി. വണ്ടി ഗേറ്റ് കടന്ന് ദൂരേക്ക് മറിയുന്നത് അവർ ശൂന്യമായ കണ്ണുകളോടെ നോക്കി. നേരം വെളുത്തു. സന്ധ്യ മയങ്ങി. നാടാകെ ഇരുട്ട് പടർന്നിട്ടും പ്രഭ തിരിച്ചെത്തിയില്ല. ഇന്ദ്രനീലം വീട് ഒരു അസ്വസ്ഥമായ മൗനത്തിലായിരുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ ദേവച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിപ്പുണ്ട്. അടുക്കള വരാന്തിൽ ആകുലതയോടെ ജാനകിയമ്മയും ശ്യാമും രുദ്രനും പരസ്പരം നോക്കി. പ്രഭ കോടതിയിൽ നിന്നും ഇറങ്ങിയിട്ട്
കുറേ നേരമായി. പക്ഷെ ഇത്രയും സമയമായി അവർ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഇതുവരെയായിട്ട് അവൾ തിരിച്ചെത്തിയില്ല. ജാനകി ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ദേവച്ചൻ ശബ്ദത്തിൽ ആദി പടർന്നു. എന്തൊക്കെയോ സത്യങ്ങൾ പ്രഭ നമ്മളിൽ ഇവരെല്ലാവരും ഒളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടാ. ജാനകിയമ്മ തൻ്റെ സംശയം പതുക്കെ പങ്കുവച്ചു. അവളുടെ പെരുമാറ്റത്തിൽ ഈ അടുത്തായി എന്തൊക്കെയോ മാറ്റമുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തെ മുറിയിൽ രുദ്രൻ ഇരിക്കുന്നുണ്ട്. അവൻ്റെ കൈകൾ കസേരയുടെ കൈപ്പടിയിൽ മുറുകി. പുറത്തെ ഇരുട്ടിനേക്കാൾ വലിയൊരു ഭാരം അവൻ്റെ മനസ്സിൽ അലയടിച്ചു. ഇനി അവർ ശങ്കറിൻ്റെ കൂടെ പോയോ? തൻ്റെ പ്രവൃത്തികൾ തനിക്ക് പ്രിയപ്പെട്ടവരെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അവനെ പൊള്ളിച്ചു. താൻ നെയ്തുകൂട്ടിയ ഓരോ തന്ത്രങ്ങളും ഇപ്പോൾ സ്വന്തം കുടുംബത്തിന് സമാധാനം കെടുത്തുന്നത് കണ്ട് രുദ്രൻ്റെ ഉള്ളിൽ ആദ്യമായൊരു കുറ്റബോധം തലപൊക്കി തുടങ്ങി. ആ ഇരുട്ടിൽ തൻ്റെ ഓരോ ശ്വാസവും പ്രിയപ്പെട്ടവരുടെ വേദനയാണെന്ന് അവൻ നൊമ്പരത്തോടെ തിരിച്ചറിഞ്ഞു. ഇനി തൻ്റേതിൽ ശ്യാമും ഉരുകിത്തീരുമോ?